ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഫെബ്രുവരി 27, സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ദിവസം ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് എടുത്ത് ചെറിയ 1-2 റെഡ് ക്യാൻഡിൽസൊക്കെ ഫോർമേഷൻ നടത്തുന്നുണ്ട്. ബട്ട് എൻ്റെ ഇന്നത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് വ്യൂ ആണ്. ഞാനൊരു ബൈ എൻട്രിക്ക് വേണ്ടിയാണ് നോക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസങ്ങളിൽ ഈ ഒരു സ്ട്രക്ചർ വൈസ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ വൈസ് ചെറിയ രീതിയിലൊരു റിക്കവറി മേ ബി തരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, മേ ബി ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ റെസിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് സെല്ലേഴ്സാണ്. കോമൺ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിംഗ് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെല്ലേഴ്സാണ് കൂടുതൽ വരിക. ഇപ്പം നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം എടുത്ത് നോക്കുവാണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് സ്ട്രക്ചർ എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ വന്ന സമയത്ത് ഒരു പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്ത് പല ആൾക്കാരും സെല്ലിംഗ് എൻട്രി എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുക്കുന്നത് നേരെ എഗെയിൻസ്റ്റ് ഏതാണോ സൈക്കോളജി അതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഒരു ഇൻ ദ മണി കോൾ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എൻട്രി എടുക്കുവാണ്. ഓക്കെ, 1 ലോട്ട് ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് 1 ലോട്ട് മാത്രം. ഡിസ്ക്ലെയിമർ നിങ്ങൾ വായിക്കുക, ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്ലെയിമർ വായിച്ചിട്ട് മാത്രം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ കാണാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ്. ഓൾറെഡി റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെല്ലേഴ്സ് വരുന്ന സമയത്ത് നോർമൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് സെല്ലേഴ്സ് പൊസിഷൻ എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളാണ് ഒരു സെല്ലൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അഗെയിൻസ്റ്റ് അപ്സൈഡ് കഴിഞ്ഞ ദിവസത്തെ ഹൈൻ്റെ മുകളിലേക്ക് ഒരുപാട് സ്റ്റോപ്പ് ലോസസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ലെവലിൻ്റെ മുകളിലൊക്കെ, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ഷനിലോട്ട് മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് വലിയൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്ന് എക്സ്പയറി ഡേ കൂടിയാണ്. അപ്പോൾ ഒരു നല്ലൊരു സ്പൈക്ക് വരുവാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ബാങ്ക് നിഫ്റ്റി 49,000 ലെവൽ കൂടി നമുക്ക് അവിടെ ഉണ്ട് തൊട്ട് മുകളിൽ. അതുകൂടി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആസ് പെർ എൻ്റെ ഒരു വ്യൂ അനുസരിച്ചിട്ടുള്ളത്, റൈറ്റ്. ഏകദേശം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവൽ വെക്കുന്നു. 49,000 ലെവൽ ബ്രേക്ക് ചെയ്താൽ നല്ലതായിരുന്നേനെ. അപ്പോൾ നോക്കാം ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്, റൈറ്റ്. എക്സാക്ട്ലി എൻട്രി, ഒരു അക്യുറേറ്റ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പ്രീമിയം മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ടാണ് കുറച്ച് അകലെയുള്ള ഒരു ഇൻഡമണി ഞാൻ എടുത്തിരിക്കുന്നത്. നിയർലി ഒരു 337 സംതിങ് ആണ് എൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാവ്, അഗെയിൻ നല്ലൊരു മൂവ്മെൻറ്റ്, നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട്. അപ്പം ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ 1 മിനിറ്റ് പോലും ആയിട്ടില്ല. അതിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 100 പോയിൻ്റ് പ്രോഫിറ്റ് തന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്യാനുള്ള റീസൺ ബാങ്ക് നിഫ്റ്റി തൊട്ട് മുകളിൽ 49,000 ലെവലുണ്ട്. അപ്പോൾ ഒരു 49,000 ലെവൽ കൂടി ബ്രേക്ക് നടക്കുകയാണെങ്കിൽ, ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, നേരെ പോയിട്ട് ബ്രേക്ക് ഔട്ട് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പുൾ ബാക്ക് ഒക്കെ എടുത്തിട്ട് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 49,000 മുകളിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും. ഈ ഒരു ഓപ്ഷൻ റൈറ്റ് ചെയ്ത ആൾക്കാർ, കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്ത ആൾക്കാരൊക്കെ സ്റ്റോപ്പ് ലോസസ് എന്ന് പറഞ്ഞാൽ 49,000 മുകളിലായിരിക്കും. അപ്പം നല്ല ഒരു മൊമെൻറ്റത്തോട് കൂടി ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് വരുവാണെങ്കിൽ അവർ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വലിയൊരു രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഒരു ഷോർട്ട് കവറിങ്, റൈറ്റ്. സോ എന്തായാലും നല്ലൊരു ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടിട്ട് എനിക്കിപ്പം അത്യാവശ്യം പ്രോഫിറ്റിലാണ്. ഞാൻ എൻ്റെ ഒരു 100 പോയിൻറ്റ് സംതിങ് ആണ് ഞാനൊരു പ്രോഫിറ്റ് കീപ്പ് ചെയ്യുന്നത്. അത് എൻ്റെ കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്ന ആ ഒരു ക്യാൻഡിൽ നോക്കുവാണെങ്കിലും, ആ ഒരു സ്ട്രെങ്ത് നോക്കുവാണെങ്കിലും നല്ല ഒരു കോൺഫിഡൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. യെസ്, അഗെയിൻ 140 പോയിൻറ്റ് സംതിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുവാണ്. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ്, റൈറ്റ്. ഞാൻ ഡിസിപ്ലിനോട് കൂടി ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇതൊരു ഗ്രീഡായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് മാർക്കറ്റ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു, ഞാൻ ജസ്റ്റ് ബാക്കിയൊക്കെ മാർക്കറ്റിൻ്റെ കാര്യമാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇതേപോലെ ചിലപ്പോൾ റിവേഴ്സിൽ ഒന്ന് ലോസിലോട്ട് പോകാം. ബട്ട് ഞാൻ ഇവിടെ ഡിസിപ്ലിനോട് വെയിറ്റ് ചെയ്യുവാണ്. ഇൻ കേസ് റിവേഴ്സിൽ വരുവാണെങ്കിൽ നോക്കാം എങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത്. നോക്കാം, മൊമെൻറ്റം കീപ്പ് ചെയ്യുവാണെങ്കിൽ, നോർമലി ഒരു മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തി ചെറിയൊരു പുൾ ബാക്ക് എടുത്തു, ദെൻ അഗെയിൻ മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ബുക്കിനെ പറ്റി പ്ലാൻ ചെയ്യാം.
ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 20-30 മിനിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ ഒരു 80 പോയിൻ്റ് പ്രോഫിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നതാണ്. പിന്നീട് ഒരു പുൾ ബാക്ക് എടുത്തു മാർക്കറ്റ് പിന്നെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. മേ ബി അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു കോൺഫിഡൻറ്റ്, പേഴ്സണലി ആ ഒരു കോൺഫിഡൻറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യലി ആ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന സമയത്ത് നല്ലൊരു കോൺഫിഡൻ്റ് ആയിരുന്നു ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നീട് ആ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന ആ ഒരു പ്രൈസ് ആക്ഷൻ വരുന്ന സമയത്ത് കുറച്ച് ഒരു കോൺഫിഡൻറ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. പിന്നീട് ഇനീഷ്യൽ ആ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി പിന്നെ മാർക്കറ്റ് ആ ഒരു പുൾ ബാക്ക് നടക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. ആൻഡ് ഇവിടെ ആ ഒരു ഇൻഡിക്കേറ്റർ, ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ADR വേർഷൻ 2, ഓക്കെ, അത് നോക്കുന്ന സമയത്ത് എക്സാക്ട്ലി ആ ഒരു ലെവലിലാണ് ഇപ്പം ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി ഒരു അപ്സൈഡ് മൂവ്മെൻറ്റുള്ള സാധ്യതകളുണ്ട്. ബട്ട് എനിക്കൊരു ഡൗട്ടുള്ളത്, എൻ്റെ കോൺഫിഡൻറ്റ് കുറയാനുള്ള കാരണം അവിടെ നടക്കുന്ന മൊമെൻറ്റം മീൻസ് ആ ഒരു പ്രീമിയത്തിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിലും ശരി, സ്പോട്ടിൻ്റെ മൂവ്മെൻറ്റ് ആണെങ്കിലും ശരി, വളരെ സ്ലോ ആണ്. അപ്പോൾ എക്സ്പയറി ഡേ ആണ്, ഓപ്ഷൻ പ്രീമിയം ടൈം ഡേക്ക് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മെൽറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇനീഷ്യൽ ഒരു നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് എന്താണ് ബാങ്ക് നിഫ്റ്റി നോക്കിയിട്ട് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന പ്ലാനാണ്. നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഒരു ഡൈവർജൻസ് ആണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റി അപ്പ് സൈഡ്, നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് എന്ന രീതിയിൽ നോക്കാം. നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഒരു ക്യാൻഡിൽ കൂടി നോക്കിയിട്ട് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ, സോ ആൻഡ് അഗെയിൻ ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ ബിസിനസ് ആണ്. ഓക്കെ, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഗ്രീഡ് ഞാൻ എപ്പോഴും പറഞ്ഞൊരു ലൈൻ നമ്മളവിടെ ഡ്രോ ചെയ്യുക. അതിനുപരി നമ്മളെപ്പോഴും നമ്മളുടെ ഇനീഷ്യൽ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത്, ഞാനിപ്പം ബാങ്ക് നിഫ്റ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു 49,000 ലെവലാണ് ഞാനിവിടെ പ്ലാൻ ചെയ്തിരുന്നത്. ആ ഒരു ലെവൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ ഓക്കെ, നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് പ്രീമിയത്തിലാണെങ്കിൽ ശരി, നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടിയിരുന്നേനെ. കാരണം അതിൻ്റെ മുകളിൽ ഒരുപാട് കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ മേ ബി കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ട്രെൻഡ് മാറി അപ്സൈഡിലോട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതിന് മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി വരുവാണെങ്കിൽ. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു പ്ലാന്. ഓക്കെ, ബട്ട് സ്റ്റിൽ മാർക്കറ്റിൽ ആ ഒരു മൂവ്മെൻ്റ് ഒന്ന് വരുന്ന സമയത്ത് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കോൺഫിഡൻറ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് രണ്ടാമത് ഇപ്പം നോക്കുവാണെങ്കിൽ ഇതിൽ ഒരു 100 പോയിൻ്റ് പ്രോഫിറ്റ് ഇവിടെ റണ്ണിങ്ങിലാണ്. റൈറ്റ്, 120 പോയിൻറ്റ്. അപ്പോൾ മാർക്കറ്റ് എനിക്ക് രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി തന്നതാണെന്ന് തോന്നുന്നു. റൈറ്റ്, ബുക്ക് ചെയ്തോ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അധികം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. റൈറ്റ്, കാരണം ഒന്ന് റീസൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനി ഈ ഒരു മൊമെൻറ്റം തീരെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത് പ്രീമിയം നല്ല രീതിയിൽ കുറയും. പിന്നീട് അത് ഇമോഷണലി എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെയും കൂളാണ്. അപ്പോൾ നമ്മൾ കോൺഫിഡൻറ്റ് കുറഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ അധികം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റും അത് തന്നെയാണ് എന്നോട് പറയുന്നത്. ഞാൻ റീഡ് ചെയ്ത സമയത്ത് എനിക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. മാർക്കറ്റിൽ മൊമെൻറ്റം തീരെ ഇല്ല. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യുവാണ്. ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് പ്യൂർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. എങ്ങനെയാണ് ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ മാത്രമാണ്. ഈ ഒരു വീഡിയോയിൽ യാതൊരു രീതിയിലുള്ള റെക്കമെൻഡേഷനോ ടിപ്സോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സ്ട്രിക്ട്ലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം. ഓക്കെ, അഗെയിൻ ബാങ്ക് നിഫ്റ്റി ഒരു റിജക്ഷൻസ് ഒക്കെയാണ് ക്യാൻഡിൽ സ്റ്റിക്കിൽ കാണുന്നത്. സോ ബെറ്റർ എക്സിറ്റ്. സോ ഞാനിവിടെ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി 100 പോയിൻറ്റ്, 3,000 റുപ്പീസ്, എക്സാക്ട്ലി 100 പോയിൻറ്റ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓർഡർ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ് അടുത്ത് റൈറ്റ് ട്രേഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.